പിന്നെ 135 കോടി എന്ന് പറയുന്നത് എനിക്ക് തോന്നണേ കണക്കിലൊക്കെ ഉള്ളു. ഇത് ടാക്സ്, തിയേറ്റർ ഷെയർ, ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ, ഇതെല്ലാം കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസറുടെ അടുത്ത് വരുമ്പോഴത്തേക്കും കോടികളൊക്കെ കണക്കാണ്. എന്നാലും എത്ര കോടി കിട്ടും നമുക്കറിയാം, ഒരു ആകാംക്ഷ ഉണ്ടല്ലോ. ഇൻകം ടാക്സിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, വിവരാവകാശ കമ്മീഷൻ കൊടുക്കൂ. മഹേഷിന്റെ പ്രതികാരമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടങ്ങളാണ്. അതിൻ്റെയൊക്കെ ഡയറക്ടർ എൻ്റെ പടത്തിൽ അഭിനയിക്കാന്ന് പറയുമ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു. ഞാനെന്നാ ഇവനെ പേടിച്ചിട്ടാണ് ഞാനും ചെല്ലുന്നത്. ഇപ്പോഴും മേക്കറിനെ ആശ്രയിച്ച് തന്നെ ഇരിക്കുന്നതാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. അയാൾ കാണുന്ന ഒരു സിനിമ ഉണ്ട്, അയാൾ വന്ന് നമ്മളോട് പറയുമ്പോൾ അയാൾ മനസ്സിലെന്താ കാണുന്നത് പോലെ നമുക്ക് തോന്നുന്ന ഒരു സാധനം, അപ്പോൾ അത് രസമാണെന്ന് തോന്നുന്നു, അത് അയാൾ അച്ചീവ് ചെയ്തെടുക്കും നമുക്ക് തോന്നുന്നു. അപ്പം നമ്മൾ ആ ശ്രമത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നു. ദിലീഷ് ചേട്ടാ, 135 കോടിയിലൊക്കെ കയറി പ്രേമലു ഇങ്ങനെ ഹിറ്റടിച്ച് സന്തോഷത്തിൽ നിൽക്കുകയാണ്. അതിന്റെ സന്തോഷമാണോ മുഖത്ത്? സന്തോഷം അല്ലെങ്കിലും ഉണ്ട്. പിന്നെ 135 കോടി എന്ന് പറയുന്നത് എനിക്ക് തോന്നണേ കണക്കിലൊക്കെ ഉള്ളു. ഇത് 135 കോടി എന്നല്ല, ടാക്സൊക്കെ കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസർക്ക് കിട്ടുക, ബാക്കി എല്ലാവരുടെയൊക്കെ കഴിഞ്ഞ് ഒത്തിരി കട്ടുണ്ടല്ലോ. ടാക്സ്, തിയേറ്റർ ഷെയർ, ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ, ഇതെല്ലാം കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസറുടെ അടുത്ത് വരുമ്പോഴത്തേക്കും കോടികളൊക്കെ കണക്കാണ്. എന്നാലും എത്ര കോടി കിട്ടും നമുക്കറിയാം, ഒരു ആകാംക്ഷ ഉണ്ടല്ലോ ചേട്ടാ. എത്രയുണ്ട്? ഇൻകം ടാക്സിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, വിവരാവകാശ കമ്മീഷൻ കൊടുക്കൂ, കിട്ടും. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ചേട്ടന് കുറച്ചേ കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെയല്ല ഞാൻ പറയാം, 135 കോടിയുടെ കണക്ക് പറഞ്ഞപ്പോൾ. പക്ഷെ എന്തായാലും മലയാള സിനിമയിൽ പൊക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം വളരെ നല്ലൊരു സമയമാണ്. അപ്പൊ ആ ഒരു സമയത്താണ് ഗോളും റിലീസിന് വേണ്ടിയിട്ട് വരുന്നത്. അപ്പൊ അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഈ ഒരു സിനിമയിലെ ക്യാരക്ടറിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ക്യാരക്ടറിനെ കുറിച്ച് പ്രത്യേകിച്ച് എനിക്ക് അധികം പറയാൻ പറ്റില്ല. ഇയാളുടെ ക്യാരക്ടർ ഒരു എന്താ പറയുക, ഒരു അങ്ങനത്തെ ഒരു കോർപ്പറേറ്റ് ഓഫീസുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു CEO ആണ്, ഒരു കമ്പനിയുടെ, കോർപ്പറേറ്റ് കമ്പനിയുടെ CEO ആണ്. പിന്നെ ഈ ക്യാരക്ടർ എന്താണെന്നുള്ളത് സിനിമ പറയുന്നത് അതൊക്കെ തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. അല്ല, അത് പറയാനാണ്, അതും കൂടെയാണ് സിനിമ പറയുന്നത്. അപ്പം ആള് മരിക്കുന്നതിനകത്ത് അത് പറയാമോ? അത് പറയാം. അതിനെ ചുറ്റിപ്പറ്റിയുള്ള കേസ് അന്വേഷണം കാര്യങ്ങളൊക്കെയാണ് ഫിലിം. ഞാനപ്പോൾ ബോഡി ആയിട്ടാണ് പടത്തിൽ പ്രധാനമായിട്ട് മരിച്ച് അഭിനയിച്ചിരിക്കുകയാണ്. അപ്പോൾ രഞ്ജിത്തിനെ ഇതിൽ കാണുമ്പോഴും ലുക്കില് ഭയങ്കര മാറ്റമുണ്ടില്ല. ഇത് ശരിക്കും വേറൊരു പടത്തിൽ ഇപ്പൊ ഞാൻ അരുൺ വേഗന്റെ പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് ലുക്ക് ആയപ്പോഴത്തേക്ക് നമ്മൾ ഗോളം റാപ്പപ്പ് ചെയ്ത കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു, ഇല്ലേ? ഒക്ടോബർ അതുകൊണ്ട് കുറച്ച് ബോഡി കുറച്ചൊന്ന് ഒതുങ്ങി, ഇപ്പൊ കുറച്ചൊന്ന് മാറ്റം വന്നു. സോ ഇതിൽ ഞാനൊരു IPS ഓഫീസറാണ്. പറഞ്ഞ പോലെ തന്നെ ആ കൊലപാതകം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വരുന്ന ഒരു IPS ഓഫീസറാണ്. പുള്ളിൻ്റെ പേര് സന്ദീപ് കൃഷ്ണ എന്ന ഭയങ്കര കോൾഡ് ആൻഡ് കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ഒരു IPS ഓഫീസറാണ്. സോ ബാക്കി പടം കാണുമ്പോൾ അത് മൊത്തം സ്പോയിൽ ചെയ്യാതെ, പടം കാണാതെ ഒരു വിവരം കിട്ടില്ല. ത്രില്ലറിന്റെ അതാ ഒരു സെല്ലിംഗ് പോയിന്റ്. ത്രില്ലർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി രീതിയിൽ സസ്പെൻസ് വിട്ടുകൊടുക്കാതെ അത് കണ്ടിരുന്നത് ആസ്വദിക്കണം. അതുകൊണ്ട് തിയേറ്റർ വാച്ച് മസ്റ്റ് ആയിട്ടും ഡിമാൻഡ് ചെയ്യുന്ന ഒരു മൂവിയാണല്ലേ? ഡിമാൻഡ് ചെയ്യുന്നു പ്രേക്ഷകരാണ്. എൻ്റെ സിനിമ, എൻ്റെ ആദ്യത്തെ സിനിമ എനിക്ക് തിയേറ്ററിൽ വരുന്ന ഭയങ്കര ആഗ്രഹമാണ്. തിയേറ്ററിൽ അതുകൊണ്ടൊന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനായിട്ട് സാങ്കേതികമായിട്ട് ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. മസ്റ്റ് വാച്ച് തിയേറ്റർ എന്നാണ് ഞാൻ പറയാം. ചില സിനിമകളുടെ വൺ ലൈൻ കേൾക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പ്രേമലുവിൻ്റെ വൺ ലൈൻ പറയുകയാണെങ്കിൽ തന്നെ ഒരു പെൺകുട്ടി ഒരു ചെറുക്കനും ഹൈദരാബാദിൽ വെച്ച് കണ്ടുമുട്ടുന്നു, അവിടെ വെച്ച് അവരുടെ കുറച്ച് നർമ്മ മുഹൂർത്തങ്ങൾ ഉണ്ടാവുന്നു. അതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ദിലീഷ് ഏട്ടാ ഒരു സിനിമയുടെ ബിസിനസ് അല്ലെങ്കിൽ ഈ സിനിമ ഇങ്ങനെ തന്നെ വർക്ക് ചെയ്താൽ അത് അടിപൊളിയാവും? അതോ ഗിരീഷ് ഷെഡി എന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ എപ്പോഴും കഥകൾ കോമൺ ആണ്. ഇപ്പം നമുക്കങ്ങനെ ഒരുപാട് കഥകളൊന്നും എടുക്കാനില്ല, അല്ലെങ്കിൽ ആ പ്ലോട്ട് പോയിന്റുകൾ ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് വളരെ കോമൺ ആണ്. അത് നമുക്കൊരു 50 എടുക്കാൻ പറ്റുമായിരിക്കും, 100 എടുക്കാൻ പറ്റും. ഇതിൽ പെടുന്നതൊക്കെ ഉള്ളതാവും. 100 ബേസിക് പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതിലേതെങ്കിലുമൊക്കെ പടത്തിൽ പെടുന്നതാണ് നമ്മുടെ എല്ലാ സിനിമകളും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസിക് പ്ലോട്ട് പോയിന്റ്. പക്ഷെ അത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് അതിൻ്റെ ഐഡൻറ്റിറ്റി. അത് എപ്പോഴും മേക്കറിനെ ആശ്രയിച്ച് തന്നെ ഇരിക്കുന്നതാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത്. അത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഡയറക്റ്റ് ചെയ്യുമ്പോഴും ആക്ട് ചെയ്യുമ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഞാൻ 100% ആ മേക്കറെയാണ് വിശ്വസിക്കാൻ ശ്രമിക്കാറ്. അയാൾ കാണുന്ന ഒരു സിനിമ ഉണ്ട്, അയാൾ വന്ന് നമ്മളോട് പറയുമ്പോൾ അയാൾ മനസ്സിലെന്താ കാണുന്നത് പോലെ നമുക്ക് തോന്നുന്ന ഒരു സാധനം, അപ്പോൾ അത് രസമാണെന്ന് തോന്നുന്നു, അത് അയാൾ അച്ചീവ് ചെയ്തെടുക്കും നമുക്ക് തോന്നുന്നു. അപ്പം നമ്മൾ ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നു, അത്രേ ഉള്ളൂ. അത് അയാൾ പ്രസൻറ്റ് ചെയ്യുന്ന, അയാൾ ആ സിനിമയെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഇപ്പം നമുക്ക് തോന്നുന്നൊരു ഇതോടുമായിരിക്കും എന്നല്ലാണ്ട് അതിനകത്ത് ഒന്നുമില്ല. പല സിനിമകളെ കുറിച്ചും ചർച്ച ചെയ്യുന്ന സമയത്ത്
ഇപ്പോൾ ചിലത് നമ്മുടെ ജഡ്ജ്മെന്റ് പറഞ്ഞ പോലെ തന്നെ തെറ്റിപ്പോവാനും ചാൻസസ് ഉണ്ട് അല്ലേ? ചില സിനിമകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ ഓടത്തില്ല. ചില ഇല്ല ജഡ്ജ്മെന്റ് എപ്പോഴും പോകും, പോവാറുണ്ട്. ഇപ്പം നമുക്കിപ്പം ഇത് അങ്ങനെ ഒരു മാനുഫാക്ചറിങ് അല്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടി അല്ല, ഇത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ലേ. അപ്പോൾ അത് ആ പ്രോസസ്സിലാണ് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുന്നത്. ആ പ്രോസസ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നനുസരിച്ചിരിക്കും പലപ്പോഴും. നമ്മളിപ്പോൾ എത്ര നല്ല സ്ക്രിപ്റ്റ് എഴുതിയാലും ആക്ടേഴ്സ് നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ ആ സിനിമ നന്നാവാണ്ട് വരാം. ഒരു ടെക്നീഷ്യൻ മോശമായി ചിലപ്പോൾ ഒരു സിനിമ നശിച്ചു പോയെന്ന് വരാം. എല്ലാം കൂടെ ഒരുമിച്ച് വരേണ്ട ഒരു കാര്യമാണ്. അത് ആ പ്രോസസ്സിനിടയിൽ അച്ചീവ് ചെയ്തെടുക്കുന്നതും കൂടിയാണ്. പ്രത്യേകിച്ച് മലയാളം പോലുള്ള ഭയങ്കര ഹോം മെയ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രികൾ, ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെയല്ല ഇവിടെ പലപ്പോഴും വർക്കുകൾ നടക്കുന്നതും. നമ്മൾ അതുകൊണ്ടാണ് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പം, പുറത്തുനിന്നുള്ള ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ നോക്കുമ്പോൾ സാധിക്കാത്ത പല കാര്യങ്ങളും ചെറിയ ബഡ്ജറ്റിലൊക്കെ ഇതെങ്ങനെ അതൊരു ഹോം മെയ്ഡ് ഇൻഡസ്ട്രിയും കൂടി ആയതുകൊണ്ടാണ് അതിന് കുറച്ച് സ്വാതന്ത്ര്യം അങ്ങനെ ഉണ്ട്. അതിൻ്റെതായ ഒരു ഇംപ്രവൈസേഷൻ എപ്പോഴും നടക്കും. അതുകൊണ്ടാണെന്ന് കരുതുന്നത്. അതുകൊണ്ട് പിന്നെ സിനിമ എപ്പോഴും ഒരു കൂട്ടായ്മയുടെ ഒരു വർക്കാണെന്ന് പറയുമല്ലോ പൊതുവെ. ഇപ്പം ദിലീഷ് ഏട്ടൻ ഉൾപ്പെട്ടിട്ടുള്ള ആ ഒരു കൂട്ടായ്മയിലാണെങ്കിലും ഒരുമിച്ച് നിൽക്കുമ്പം ഒരുപാട് നല്ല വർക്കുകൾ നിങ്ങളുടേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷനിൽ, ഇപ്പോൾ ഫഫയുടെ ആണെങ്കിലും ശ്യാം പുഷ്കറിൻ്റെ ആണെങ്കിലും ഒക്കെ, ശ്യാം ചേട്ടൻ്റെ ഒക്കെ ആണെങ്കിലും ഒക്കെ ഒരു എപ്പോഴും നിങ്ങളുടെ ഇൻപുട്സ് സിനിമയ്ക്ക്, ഈവൻ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ പോലും ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ളൊരു ഇൻപുട്സ് ആണല്ലോ. അപ്പം ആ രീതിയിലുള്ള അല്ല, ദിലീഷ് ചേട്ടൻ അഭിനയിക്കാൻ വരുമ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഡയറക്ടറാണ്, എനിക്കൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് പടം, ഈ ജോജി അങ്ങനെ മഹേഷിൻ്റെ പ്രതികാരമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടങ്ങളാണ്. അതിൻ്റെയൊക്കെ ഡയറക്ടർ എൻ്റെ പടത്തിൽ അഭിനയിക്കാന്ന് പറയുമ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു. ഞാനും പ്രവീണും ഇരിക്കുമ്പോഴൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും, ദിലീഷ് ചേട്ടൻ എങ്ങനെയായിരിക്കും. പുള്ളി സെറ്റിൽ വന്നിട്ട് കറക്റ്റ് ഒരു ആക്ടർ, പുതിയൊരു ആക്ടർ പോലെയാണ് ബിഹേവ് ചെയ്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്ത് പറയണോ അതിനെ എങ്ങനെ പുള്ളിക്കത് പുറത്തേക്ക് ഔട്ട്കം തരാൻ പറ്റുമോ, ഔട്ട്പുട്ട് തരാൻ പറ്റുമോ, അതേപോലെ വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഒരിക്കലും ദിലീഷ് ചേട്ടൻ ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ലല്ലോ, ഇതുവരെയായിട്ട് നേരിട്ട് കണ്ടിട്ടില്ല, പരിചയമില്ല. അങ്ങനെ ഒരാൾ നമ്മൾ മനസ്സിൽ കണ്ട ദിലീഷ് ചേട്ടനല്ലായിരുന്നു അവിടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീഷ് ചേട്ടൻ ഇപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെയാണ് ദിലീഷ് ചേട്ടനെ ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതൽ. ഇൻ്റലക്ച്വലായിട്ട് സംസാരിക്കുന്നു. ഞാനോ? അല്ല, അപ്പം സംസാരിക്കുന്നു, അതൊക്കെ നമുക്ക് അറിയുള്ളൂ. അല്ല ഒരു വേറെ ഒന്നും നമുക്ക് അറിയില്ല. ഞാനെന്നാ ഇവനെ പേടിച്ചിട്ടാണ് ഞാനും ചെല്ലുന്നത്. എനിക്ക് പുതിയ ഡയറക്ടേഴ്സിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ പോകുമ്പോഴത്തേക്ക് പേടി, നമ്മൾ പഴഞ്ചനായിട്ടുണ്ടോ എന്ന് നമ്മളും ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഓരോ ദിവസവും. അല്ല ഞാൻ പറയുന്നത്, പുതിയ ഡയറക്ടേഴ്സ് വരുന്നു, അവരെങ്ങനെയാണ് ഇതിനെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്, ഇവരെടുക്കുന്ന ഷോട്ട് എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്തെടുക്കുന്നത്, ഇതൊക്കെ കാണാൻ നമുക്ക് തീർച്ചയായിട്ടും കൗതുകമുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും മാറി ചിന്തിക്കുന്ന, അല്ലെങ്കിൽ മാറി എന്തെങ്കിലും ട്രൈ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നവരുടെ സിനിമകളിലേക്ക് വരുമ്പോൾ, അത് പുതിയ ഡയറക്ടേഴ്സ് ആകുമ്പം നമ്മൾ പേടിച്ചിട്ടാണ് ചെല്ലുന്നത്. നമ്മളുടെ നിലവിലുള്ള അഭിനയ രീതികളോ അല്ലെങ്കിൽ നമ്മുടെ ശൈലികളോ അവർക്ക് പൊരുത്തപ്പെടാൻ പറ്റുമോ, ആ ഫിയർ നമുക്കുണ്ട്. നമ്മൾ കാരണം പുതിയ ഒരാളാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നമ്മളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരിക്കും. ചിലപ്പം നമ്മളിങ്ങനെ ഒരു സ്ട്രക്ചറിലേക്ക് ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. ഞാനിപ്പം 10-75 സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു ആക്ടർ എന്ന നിലയിൽ ഞാനൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമാകുന്നുണ്ടോ അറിഞ്ഞോ അറിയാതെ, ഒരു പതിവ് സ്ട്രക്ചറിലേക്ക് ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന പ്രോസസ്സുകൾ ഒക്കെ ഒരു പുതിയ ഡയറക്ടർക്ക് അല്ലെങ്കിൽ പുതിയ ആൾ വരുമ്പോഴാണ് നമ്മളെ ഒന്ന് കറക്കാൻ പറ്റുക, കണ്ടിരിക്കാൻ. അപ്പോൾ അവരോടൊപ്പം എത്താൻ പറ്റുമോ എന്നുള്ളത്, പുതിയ ഡയറക്ടേഴ്സിനോടൊപ്പം നമുക്കും എത്താൻ പറ്റണം. ഞാൻ പറയുന്ന ആക്ടർ എന്ന നിലയിലാണെങ്കിലും അത് അച്ചീവ് ചെയ്യാനുണ്ടാവും. ആ ടെൻഷനും പ്രഷറും നമുക്കും ഉണ്ടാവും. ചിലപ്പോൾ അറിയാവുന്ന ഡയറക്ടറാണെങ്കിൽ നമുക്ക് ചെല്ലുമ്പം ഓക്കെ ഇയാളുടെ സിനിമകൾ ഇങ്ങനെയാണ്, ഈ സിനിമകൾ അയാളെ കാണുന്ന ഒരു രീതി നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് ഇയാൾ എങ്ങനെ വന്ന് നമുക്ക് അറിയില്ലല്ലോ. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ടഫ് ആയിരുന്നോ? അടിപൊളിയല്ലായിരുന്നു. ഞാനതുകൊണ്ട് ഓക്കെ അല്ലായിരുന്നു, എനിക്കറിയത്തില്ല. നിനക്ക് ഓക്കെ അല്ലായിരുന്നു? എനിക്ക് ഓക്കെ ആയിരുന്നു.